എന്തിനാ കെട്ടിട്ടേക്കുന്നേ? ബഹളം വെക്കണ്ട. ബഹളം വെച്ച് വെറുതെ സ്വന്തം എനർജി വേസ്റ്റ് ആക്കണ്ട. എന്നെ കാണാതെ എന്റെ അമ്മയും അനിയനും കരഞ്ഞോണ്ടിരിക്കാവും. എന്നെ വിട്ടേക്കൂ. വെറുതെ വിടാം, പക്ഷെ ഇപ്പൊ പറ്റില്ല. നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. നിനക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പൊ ഇത് കഴിക്ക്. എനിക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. എന്നെ വിട്ടേക്ക്. മര്യാദയ്ക്ക് മിണ്ടാതെ ഇത് കഴിക്ക്. കഴിക്ക്, കഴിക്കങ്ങോട്ട്. ഒരു പ്രാവശ്യം പറഞ്ഞാ മനസ്സിലാവില്ല നിനക്ക്. നിന്റെ വീട്ടുകാരെ സംബന്ധിച്ച് നീ മരിച്ചു കഴിഞ്ഞു. ഈ ഫുഡും കൂടി കഴിക്കാതായാ നീ ഉറപ്പായിട്ട് മരിക്കും. നേരെ ഇതെന്നെ വീട്. എനിക്കിത് വീട്ടിൽ പോണം. ഞാൻ പറയുന്നത് പോലെ നീ കേട്ടില്ലെങ്കിൽ വീട്ടിലേക്കല്ല, മരിച്ച് മുകളിലേക്ക് പോകും. എന്റെ ആവശ്യം കഴിഞ്ഞ ഉടനെ ഞാൻ തന്നെ നിന്നെ പറഞ്ഞു വിട്ടേക്കാം. അതുവരെ നീ ജീവനോടെ ഉണ്ടാവണം. കഴിക്ക്. ഇവിടെ ആരാ വന്നത്? ഇവരിങ്ങനെ ഇവിടെ എത്തി? ശിവാനി മരിച്ചെന്ന് ഇവർ കരുതിയിരിക്കുന്നേ. സത്യം ഇവരറിഞ്ഞാ എന്റെ എല്ലാ പ്ലാനും ഇല്ലാതാകും. അർജന്റായി ഇവളെ ഒളിപ്പിക്കണം. എന്നെ അന്വേഷിച്ച് ആരും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെയുള്ള വിവരം അവരെങ്ങനെയെങ്കിലും അറിയിക്കണം. അഭിയെങ്കിലും വസു ആന്റിയും വന്നിട്ടുണ്ട്. ഏട്ടാ, ഈ സ്ഥലം കണ്ടില്ലേ? ഇവിടെ എന്തോ ഒരു പന്തികേടുണ്ട്. അതെ വസുന്ധര, കാർത്തിക ഇവിടെ ആരെയോ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതെന്നെയാണെങ്കിൽ പ്ലീസ് സേവ് മീ. പക്ഷേ അവൾ ആരെയായിരിക്കും കെട്ടിവെച്ചിരിക്കുക? അവൾ ഇങ്ങോട്ടല്ലേ വന്നത്? ഇവിടുന്ന് പിന്നെ എങ്ങോട്ടാ പോയത്? ഇവിടെ ആരുമില്ല ഏട്ടാ. കാർത്തിക നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാ. അവിടെ നോക്കാം, വാ. ശിവാനി മോളെ, മോളെ എന്തൊക്കെയത്? എന്താ പറ്റിയ? നീ ജീവനോടെ ഉണ്ടായിരുന്നോ? അതെ എങ്കിൽ ഒരു 4 ദിവസമായിട്ട് ഏതോ ഒരു എന്നോട് കെട്ടിയിട്ടേക്കുമായിരുന്നു. അവൾ ആരാന്ന് പോലും എനിക്കറിയില്ല. വേറെ ആരുമല്ല, നിന്റെ ചെറിയച്ഛന്റെ ആദ്യ ഭാര്യ.
എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? ശിവാനിയെ കെട്ടിയിട്ട് അവള് മരിച്ചു പോയെന്നൊരു നാടകം കളിച്ചെന്തിനാ? ഇവളെയല്ലേ അഖിലിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാ ഞാൻ ഇവളെ കിഡ്നാപ്പ് ചെയ്ത് ഇവൾ മരിച്ചു പോയെന്ന് വരുത്തി തീർത്ത് നിങ്ങൾ എല്ലാവരെയും ടെൻഷൻ അടുപ്പിച്ചത്. നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഒരു സ്ത്രീയാണോ? നിന്നെ പോലെ ഒരു പെൺകുട്ടിയോട് നീ എന്തുമാത്രം ക്രൂരത കാണിച്ചു. അഖിൽ എനിക്ക് മാത്രം ഉള്ളതാ. അഖിലിനെ ഇനി ആരൊക്കെ സ്വന്തമാക്കാൻ ശ്രമിച്ചാലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യും. നിനക്ക് അഖിലിനോട് അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അവന് ഇത്രയധികം ദ്രോഹങ്ങൾ ചെയ്യില്ലായിരുന്നു. ദ്രോഹം ചെയ്തത് നിങ്ങളൊക്കെയാണ്. എന്നെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചത് ഈ വസുവേട്ടത്തിയാ. അഖിലിനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് എനിക്ക് കിട്ടേണ്ട ജീവനാംശം പോലും ഇല്ലാതാക്കി. നീ ചെയ്ത ദ്രോഹത്തിന് അതാണ് ശരിയായ ശിക്ഷ. ശിക്ഷ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും തരാനറിയാം. അതുകൊണ്ടാ നിങ്ങളെ എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടി പുറത്തിറങ്ങിപ്പോയ ശിവാനിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്തത്. എന്നിട്ട് ഇവൾക്ക് പകരം ഇവളുടെ മുഖച്ചായുള്ള ഒരു പെൺകുട്ടിയെ കാണിച്ച് ശിവാനി മരിച്ചു പോയെന്ന രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ശിവാനിയുടെ അമ്മ നിങ്ങളെ ഓരോ ദിവസവും ബ്ലെയിം ചെയ്യുന്ന വിധത്തിൽ കൊണ്ടെത്തിച്ചു. എന്നെ എന്തിനാ തല്ലിയത്? നിന്റെ വയറ്റില് കുഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിന്നെ കൊന്നു കളഞ്ഞേനെ ഞാൻ. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു കാർത്തിക? എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങൾ ഒരുത്തിയ. നിങ്ങൾ കാരണോ ഞാനൊരു കുറ്റവാളിയായി മാറിയത്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത്. നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് കാർത്തിക. ഒരുപാട് തവണ വസുന്ധര നിന്നെ രക്ഷിച്ചിട്ടുണ്ട്, ക്ഷമിച്ചിട്ടുണ്ട്. എന്നിട്ട് നീ മാറിയില്ല. നിന്നെ പോലീസിനെ ഏൽപ്പിച്ച് ജയിലിലടയ്ക്കാ ചെയ്യേണ്ടത്. പക്ഷെ നീ പ്രഗ്നന്റ് ആയതുകൊണ്ട് വെറുതെ വിടുക. പോടി. ഞാൻ പോവാ. പക്ഷേ ഒരിക്കലും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. ജീവിതകാലം മുഴുവനും ഇങ്ങനെ അനുഭവിപ്പിക്കും. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ ഗർഭിണിയാണെന്നൊന്നും നോക്കാതെ ഇവിടെ വെച്ച് നിന്നെ കൊന്നു കളയും. എവിടെയെങ്കിലും പോയി ജീവിക്കും. അങ്കിൾ, നിങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. ദൈവത്തെ പോലെ വന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. വിഷമിക്കില്ല മോളെ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. നീ ഇപ്പൊ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ നിന്റെ അമ്മയും മുത്തശ്ശിയും കിട്ടുമൊക്കെ ഒരുപാട് സന്തോഷത്തിലാവും. നമുക്ക് വീട്ടിലേക്ക് പോവാം. ദമയന്തി, ദമയന്തി, ദമയന്തി. അബി, എന്താ മോനെ? ഞാൻ പറയാമേ. ദമയന്തി, 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 നീ എന്താ? ശിവാനി, ശിവാനി, അമ്മേ, ശിവാനി, ശിവാനി, ഞാൻ സ്വപ്നം കാണുകയാണോ? എന്റെ പൊന്നു മോളെ, ഞാനീ കാണുന്ന സത്യമാണോ? നീ ജീവനോടെ തന്നെ ഉണ്ടോ? ശിവാനി, ശിവാനി, ശിവാനി. ശിവാനി, ചേച്ചി, കിട്ടോ? ചേച്ചി, ചേച്ചി ഞാൻ ഒരുപാട് മിസ് ചെയ്തു. അമ്മയും ഞാനും എന്തുമാത്രം കരഞ്ഞെന്നറിയാമോ? എന്റെ പൊന്നു മോളെ ശിവാനി,
ആ ഭഗവാൻ എന്റെ കരച്ചിൽ കേട്ട് നിന്നെ ജീവനോടെ എന്റെ മുന്നിൽ കൊണ്ടുവന്നതായിരിക്കും. അതെ ദമയന്തി, നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ ശിവാനിക്കൊന്നും പറ്റാതിരുന്നത്. അമ്മേ കണ്ടില്ലേ അമ്മേ, അമ്മയുടെ പേരക്കുട്ടി ജീവനോടെ ഉണ്ടമ്മേ. അവള് തിരിച്ചു വന്നു അമ്മേ. നമുക്ക് എല്ലാവർക്കും വേണ്ടി വന്നു അമ്മേ. ശിവാനി മുത്തശ്ശി, സത്യത്തിൽ ദൈവമുണ്ട്. നീ ഇല്ലാതെ ഞങ്ങളെല്ലാം ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ദൈവം നിന്നെ വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുക. നിന്റെ അമ്മയുടെ പ്രാർത്ഥന സഫലമായി. നീ മരിച്ചു എന്ന് പറഞ്ഞ് പോലീസ് നിന്റെ മൃതദേഹവും ഞങ്ങളെ കാണിച്ചതാണല്ലോ. നിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയല്ലോ. പിന്നെ എങ്ങനെ നീ തിരിച്ചു വന്നേ? അപ്പൊ അഭി, ആ ഡെഡ് ബോഡി പിന്നെ ആരുടേതാ? അത് വേറെ ഏതോ ഒരു പെൺകുട്ടിയുടേതാ. ആ ഡെഡ് ബോഡി കാണിച്ചാണ് അത് ശിവാനിയാണെന്ന് നമ്മളെല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചത്. ആരാ അബി ഇങ്ങനെയൊക്കെ ചെയ്തത്? കാർത്തിക. അവള് മനഃപൂർവ്വ ശിവാനിയെ കിഡ്നാപ്പ് ചെയ്തത്. വേറൊരു ഡെഡ് ബോഡി കാണിച്ച് നമ്മളെയൊക്കെ പറ്റിക്കുമായിരുന്നു. നമ്മളെ വെറുതെ വിഷമിപ്പിച്ചു. ആ കാർത്തികയ്ക്ക് ഇതുവരെ വെളിവ് വന്നില്ല എടുത്തി. അവളെ എന്ത് ചെയ്താലും ഒരു പാപം കിട്ടില്ല. എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവള് നാടകം കളിക്കുമായിരുന്നു അല്ലേ? ഇപ്പൊ തന്നെ പോയി അവളൊരു പാഠം പഠിപ്പിക്കണം. നിൽക്ക് ദമയന്തി, ഞങ്ങൾ ഓൾറെഡി അവൾക്ക് ശിക്ഷയെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതിൽ കൂടുതൽ എന്തെങ്കിലും ശിക്ഷ കൊടുക്കാൻ അവൾ ഗർഭിണിയായിരിക്കുമല്ലേ? ഗർഭിണിയായിരുന്ന കൊലയും കിഡ്നാപ്പൊക്കെ ചെയ്തവളെ വെറുതെ വിടാൻ പറ്റുമോ? ഇന്നത്തോടെ അവളെ കഥ കഴിക്കും ഞാൻ. ദമയന്തി, ശിവാനിയെ നമുക്ക് ജീവനോടെ തിരികെ കിട്ടിയില്ലേ? അല്ല, കാർത്തികയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ സംശയം തോന്നിയത് അഭി? കാർത്തിക യാത്ര ചെയ്ത ക്യാബ് ഡ്രൈവറെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഭാസ്കരേട്ട. അവൻ ഇന്നലെ ഞങ്ങളോട് കള്ളം പറഞ്ഞിട്ട് ഇന്ന് അവൻ സത്യങ്ങൾ പറഞ്ഞു. കാർത്തികയെ ഫോളോ ചെയ്തു പോയി ശിവാനിയെ ഞങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു. കാർത്തികയ്ക്ക് വാണിംഗ് കൊടുത്തിട്ട് ഞങ്ങൾ ശിവാനിയും കൂട്ടി വന്നു. അവസാനം കാർത്തിക കിഡ്നാപ്പും കൊലപാതകവും ചെയ്യാൻ വരെ കൂട്ടുനിന്നു എന്നർത്ഥം. നമ്മളോടുള്ള ദേഷ്യം കൊണ്ടാണ് കാർത്തിക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മളോടല്ല, ദേ നിൽക്കുന്ന ഈ വസു ഉണ്ടല്ലോ അവളോടാ. അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അതിന് വസുന്ധര എന്ത് ചെയ്തിട്ടാ ദമയന്തി? കാർത്തികയെ പറ്റിച്ച് അഖിൽ നിന്ന് വിവാഹമോചനം വാങ്ങിക്കൊടുത്തു. സ്വത്തിന്ന് 10 പൈസ അവൾക്ക് കൊടുത്തില്ല. ആ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലുണ്ട്. കാർത്തിക ചെയ്ത ദ്രോഹങ്ങൾക്ക് മുമ്പില് വസു യാതൊന്നും ചെയ്തിട്ടില്ല, അറിയോ? കാർത്തിക അഖിലിന് ദ്രോഹം ചെയ്തു. ആ ദ്രോഹത്തിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയാ വസുവിന് കാർത്തികയോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അതെങ്ങനെ തെറ്റെന്ന് പറയും ദമയന്തി? വസു എടുത്ത് എനിക്ക് ന്യായം മാത്രമേ ചെയ്തിട്ടുള്ളൂ ചേച്ചി. പക്ഷെ എന്റെ മോളോട് അന്യമല്ലേ ചെയ്തിരിക്കുന്ന അഖിലേ? ഞങ്ങൾ ശിവാനിയെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയപ്പോ ഇതാ ഈ വസു ഉണ്ടല്ലോ നന്ദിനെ മുന്നിൽ കൊണ്ട് നിർത്തി. അതുകൊണ്ടാ ശിവാനി മനസ്സ് തകർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. അത് മനസ്സിലാക്കിയ കാർത്തിക ശിവാനിയെ കിഡ്നാപ്പ് ചെയ്തു. വസു അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ മകൾ ഒരിക്കലും പുറത്തു പോകില്ലായിരുന്നു. ആ കാർത്തികയ്ക്ക് കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇത്രയും നാൾ എന്റെ മകൾ മരിച്ചുവെന്ന് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നോ? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടാൻ കാരണം ഇതാ ഈ വസുവാണ്. എടി കാർത്തികേ, നീ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നേ? ഇവിടെ നടക്കുന്നതൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞപ്പോ ഒറ്റയടിക്ക് ശിവാനി അങ്ങ് കിഡ്നാപ്പ് ചെയ്തല്ലേ? ഇവിടെ നടക്കുന്നതൊക്കെ ഞാനാണ് പറയുന്നതെന്ന് എന്തായാലും നീ അഭിയോടും വസുവിനോടും പറഞ്ഞില്ലല്ലോ. അത് നന്നായി. പറഞ്ഞിരുന്നെങ്കിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ അടിച്ചു പുറത്താക്കിയേനെ. വസുന്ധര എന്ത് ചെയ്താലും നിനക്ക് തെറ്റാണോ ദമയന്തി? നിനക്ക് ഇനിയും തൃപ്തിയായില്ലേ? വസുന്ധര ഇപ്പൊ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും ശിവാനി തിരിച്ചു കിട്ടില്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെയാണ് വസുന്ധര ശിവാനിയെ ജീവനോടെ കണ്ടുപിടിച്ചത്. കുറച്ചെങ്കിലും സ്നേഹവും നന്ദിയൊക്കെ വേണം ദമയന്തി. ഇത്രയും നാള് ശിവാനിയുടെ മരണത്തിന് കാരണം വസു അഭിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ അവര് തന്നെ ശിവാനിയെ രക്ഷിച്ചുകൊണ്ട് വന്നപ്പോ വീണ്ടും വസുവിനെ കുറ്റം പറയാല്ലേ? വസു എല്ലാവർക്കും നല്ലത് ചെയ്യുന്നതല്ലാതെ ആർക്കും ദ്രോഹം ചെയ്യില്ല ദമയന്തി. ഇപ്പോഴെങ്കിലും നീ വസുവിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക്. വസു എടുത്തിയുടെ ക്ഷമയും ആത്മധൈര്യവും ഒന്നുകൊണ്ട് മാത്രമാ ശിവാനി ഇപ്പൊ ഈ വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുന്ന ചേച്ചി. ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി അവളെ ഓർത്ത് ജീവിതകാലം മൊത്തം കരയേണ്ടി വരുമായിരുന്നു.
ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ശിവാനി ഒരു കുഴപ്പമില്ലാതെ വീട്ടിലേക്ക് വന്നു. വേറൊരു പ്രശ്നം ഇപ്പൊ വേണ്ട. ദമയന്തി, പാവ ശിവാനി ഒന്നും കഴിച്ചു കാണില്ല. അകത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ നോക്ക്. വാ മോളെ, 4 ദിവസം നീ എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കും. നീ ജീവനോടെ ഇല്ലെന്ന് വിചാരിച്ച് ഞാനും കിട്ടും കരയാത്ത ദിവസങ്ങളില്ല. അതെ ചേച്ചി, അമ്മയും ഞാനും ചേച്ചി ഓർത്ത് ഒരുപാട് കരഞ്ഞു. ചേച്ചിയെ ഞങ്ങൾ വല്ലാതെ മിസ് ചെയ്തു. ഇന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. നീ കുളിച്ചിട്ട് വന്ന് വയറ് നിറച്ച ആഹാരം കഴിച്ച് കിടന്നുറങ്ങ്. വാ മോളെ, വാ. എന്താ വസ്തുരെ? ദമയന്തി പറഞ്ഞ കാര്യങ്ങളോർത്ത് വിഷമിച്ച് നിൽക്കുവാണോ? അവൾക്ക് മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ, അതോ ഇനി നിന്റെ നല്ല മനസ്സ് മനസ്സിലാക്കാനുള്ള പക്വത ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വസുന്ധര. ശരിയാ മോളെ, ദമയന്തി എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല. നീ എന്ത് ചെയ്താലും അവളത് തെറ്റായിട്ട് എടുക്കുന്നേ. ഞാൻ ദമയന്തി പറഞ്ഞതെന്ന് ഓർത്ത് വിഷമിക്കുന്നില്ല ഭാസ്കരേട്ടാ. ശിവാനിയെ ജീവനോടെ ദമയന്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ട് ഭാസ്കരേട്ടാ. എല്ലാവർക്കും നല്ലത് ചെയ്യണമെന്നുള്ള നിന്റെ ഉയർന്ന മനസ്സിനെ ദമയന്തി എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല വസു. അവളെപ്പറ്റി നമുക്ക് അറിയാവുന്നതല്ലേ ചേച്ചി. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ദമയന്തിയെക്കുറിച്ചൊന്നും അല്ല, കാർത്തികയെ പറ്റി.